കേരളത്തിന് പുതുവർഷ സമ്മാനമായി ഗ്രീൻഫീൽഡ് കോറിഡോർ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഭാരത് യോജന പദ്ധതികളുടെ തറക്കല്ലിടലും പൂർത്തീകരിച്ച 3 പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ഭാരത് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ 12 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ വച്ചാണ് കേരളത്തിന് ഗ്രീൻഫീൽഡ് കോറിഡോർ പദ്ധതി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത്. ഗ്രീൻഫീൽഡ് പദ്ധതിയിലൂടെ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രാ സമയം 4 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറക്കാൻ സാധിക്കും. കൊല്ലം ചെങ്കോട്ട യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറായി കുറയും. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് NH85 കൊച്ചി തേനി യാത്രാ സമയം 8 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറായും കുറയും. Greenfield corridors proposed in Kerala. Today I am going to declare this Greenfield corridor where the already process is started. First is 4 to 6 laning of Palakkad to Kozhikode Greenfield corridor of NH 966. The length is 121 km. Cost is 10,371 km. DPR targeted to be completed by January 2024. 4 laning of Kollam to Shenbottei Greenfield corridor of NH 744. It is 62 km. The cost is 4,048 crore. Project proposed to be awarded before March 2024. The benefit of these projects are very important. The first project at Palakkad to Kozhikode reduce the current travel time of 4 hours from Palakkad to Kozhikode to less than 1 hour 20 minutes. കേരളത്തിന്റെ വികസനത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രധാന പങ്കുണ്ടെന്നും മൂന്നാറിൽ ആവിഷ്കരിച്ച പദ്ധതികൾ ഏറെ ഗുണം ചെയ്യുമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് നടന്ന ഭാരത് യോജന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഭദ്രദീപം തെളിയിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്.